ഉടമ്പടി ആദ്യമായി എടുത്തത് ഒക്ടോബർ 22 2022 ഞാനൊരു നേഴ്സാണ്. ഞാൻ ഏപ്രിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. സോ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ OET പോയി ചേർന്നു. മെയ് ലാസ്റ്റ് ആയപ്പം അവിടെ വെച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് കൃപാസനത്തെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കൂടെ പറ്റില്ല, എന്നും പള്ളിയിൽ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്നെ കൂടെ പറ്റില്ല എന്നുള്ളൊരു എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു എന്നെ കൂടെ പറ്റില്ല എന്ന്. സോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉടമ്പടി എടുക്കുന്നൊന്നുമില്ല, പക്ഷേ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ട് ഞാൻ എന്നും 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ പപ്പയ്ക്ക് ഫസ്റ്റ് ത്രോട്ടിലൊരു ഗ്രോത്ത് പോലെ വന്നു. അപ്പോൾ ഞാൻ അതും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലിട്ടു. ഫസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് ക്യാൻസർ തന്നെയാണെന്ന് പറഞ്ഞു. ദെൻ ഞങ്ങൾ ഭയങ്കര എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എന്നും 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അന്നേരം അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇല്ലത് നെഗറ്റീവാണ്, അത് ക്യാൻസർ അല്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് അത് റിമൂവ് ചെയ്തു, അത്രേ ഉണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദെൻ ഞാൻ സെപ്റ്റംബർ 3 ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. അന്ന് ഞാനവിടെ മാനേജറിൻ്റെ അവിടെ ഞങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ നോക്കി നിന്നപ്പം എൻ്റെ കൂടെയുള്ളൊരു കുട്ടിയോട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൂടെയുള്ളവർക്ക് ഉടമ്പടി എടുക്കാനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കണില്ലെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവളോട് പറഞ്ഞു ഇല്ല ഞാനല്ല, ആ ചേച്ചി ഉടമ്പടി ആ ചേച്ചി OET എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ സെപ്റ്റംബർ ഓൾറെഡി 10 ഡേറ്റ് എടുത്തായിരുന്നു. അപ്പോൾ അവളോട് പറഞ്ഞു നിൻ്റെ ചേച്ചിയോട് പറ OET കിട്ടണമെങ്കിൽ ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ലാടി, എനിക്ക് OET കിട്ടിയാലില്ലെങ്കിലും ഞാൻ എന്തായാലും എവിടെയെങ്കിലും ജോലിക്ക് കയറും, സോ എന്നെക്കൂടെ ഒന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴാണ് ദെൻ ഞാൻ പോയി സെപ്റ്റംബർ 10 എക്സാമിന് ചെന്നിട്ട് എനിക്ക് ഒന്നും എഴുതിയോന്ന് ചോദിച്ചാൽ എഴുതി. ബട്ട് ഞാൻ ഒത്തിരി നന്നായിട്ട് പഠിച്ചായിരുന്നു, പക്ഷേ എനിക്കൊന്നും ഒന്നും എഴുതാൻ പറ്റുന്നില്ലായിരുന്നു. ആകെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിംഗ് അവിടെ സെൻറ്ററിൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അവരെല്ലാവരും പറയുന്നത് പേടിക്കൊന്നും വേണ്ട, നിനക്ക് കിട്ടുമെന്ന് പറയുമായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴും അമ്മ എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ബാക്കിയൊന്നും എനിക്കറിയില്ല അമ്മ, പക്ഷേ സ്പീക്കിംഗ് എന്തായാലും എനിക്ക് B കിട്ടും, ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് വരാനുള്ള ഗ്യാപ്പിൽ ഞാൻ ഏജൻസിയിൽ കൊടുത്തിട്ട് ജോലിക്ക് കയറാനായിട്ട് നോക്കി. എനിക്ക് 3 ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആ 3 ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റണില്ല. ഞാൻ 4 കൊല്ലം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരാളാണ്, പക്ഷേ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ഓർത്ത് ഞാൻ എങ്ങനെയാണ് പാസ്സായതെന്ന്, അതുപോലെ തന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ വീട്ടുകാരും ചോദിച്ചത് എന്താ 3 ഇൻ്റർവ്യൂ എനിക്ക് ഇങ്ങനെ പറ്റണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത്. അപ്പോൾ എനിക്ക് എങ്ങും പോകാൻ പറ്റുന്ന സ്കോറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പം റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു, പക്ഷെ ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കിത് തരുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ റിസൾട്ട് നോക്കിയപ്പം എനിക്ക് കിട്ടിയിട്ടില്ല, എങ്ങും പോകാൻ പറ്റുന്നൊരു സ്കോറില്ലായിരുന്നു. സോ അത് കഴിഞ്ഞ് കിട്ടിയില്ല. അപ്പം വീട്ടുകാരും പറഞ്ഞു എന്നാൽ ഇനി നോക്കണ്ട, ജോലിക്ക് എവിടെയെങ്കിലും കയറാമെന്ന്. പക്ഷെ ജോലി എങ്ങും ആവുന്നില്ല. സോ ഞാൻ പിന്നെ ചോദിച്ചു എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഒരു ചാൻസ് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ വീട്ടിൽ പപ്പ ഓൾറെഡി സമ്മതിച്ചു. അങ്ങനെ ഞാൻ 2ാമത് പോയി ചേർന്നു. അപ്പോൾ 2ാമത് പോയി ചേർന്നപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒക്ടോബർ 22 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാനിവിടെ തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതിനുശേഷമാണ് ഒക്ടോബർ 29 ഞങ്ങളിവിടെ ജപമാല റാലിക്ക് വന്നു. എനിക്ക് ഇടയ്ക്ക് തലകർക്കമുള്ള ഒരാളാണ്. അപ്പോൾ സോ എനിക്ക് പേടിയായിരുന്നു മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന്. അപ്പോൾ ആ ഒരു ആഴ്ച മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോയിട്ട് ഞാൻ ആ ഒരു പള്ളിയിൽ കയറി മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ എങ്ങും നിന്നിട്ടില്ല. ഫുള്ള് ജപമാല ചെല്ലി മുഴുവൻ ഞാൻ നടന്ന് തീർത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും 2ാമത് എഴുതി അവർ പോയി ഹോസ്റ്റലിൽ നിന്ന്. സോ എനിക്ക് ഇനിയും എക്സാമിന് ഡേറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് എന്നത്തേക്കാണ് ഡേറ്റ് എടുക്കേണ്ടതെന്നൊരു ഉറപ്പില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ അടുത്തുള്ള സെൻറ്ററിൽ എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡേറ്റ് തരാവുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഡേറ്റ് എടുക്കുന്ന സാറിനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഡിസംബർ 3 ഉണ്ട്, ഡിസംബർ 17 ഉണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ 3 ഞാൻ പറഞ്ഞ സെൻറ്ററിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല മോളെ, അവിടെ ആ സെൻറ്ററിൽ 3 ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു.
അപ്പോഴും ഞാൻ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവ് എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് 17-ാം തീയതി തരാവുള്ളൂ ആ സെൻറ്ററിൽ, എനിക്ക് ആ സെൻറ്ററിൽ തന്നെ വേണം താനും. എന്നിട്ട് ഞാൻ രണ്ടാമത് സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഡിസംബർ 17-ാം തീയതിക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉണ്ട്, ഡിസംബർ 17-ാം തീയതിക്ക് ആ സെൻറ്ററിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് അച്ഛനെ കാണാൻ വരണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ എനിക്ക് തന്നെ പോരാൻ അറിയത്തുമില്ല. ഞാനപ്പോൾ മാതാവിനോട് തലേദിവസമൊക്കെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഞാൻ ഇന്ന് വരെ അവിടെ തന്നെ വന്നിട്ടില്ല, എന്നും കൂട്ടുകാരുടെ കൂടെ വന്നിട്ടുള്ളൂ. സോ എന്നെ കൂടെ ഉണ്ടായിരിക്കണേന്ന് പറഞ്ഞാൽ ഫുള്ള് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പകുതി ആയപ്പോൾ തന്നെ എനിക്കൊരു ആൻറ്റീനെ കൂട്ടുകിട്ടി. ആ ആൻറ്റി എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, കൃപാസനത്തിൽ പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ആൻറ്റി അങ്ങോട്ടാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴാണ് ആൻറ്റി ഞാൻ ചോദിച്ചു, ആൻറ്റി വെറുതെ പോകുന്നതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഇന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമല്ല മോളെ. അപ്പോഴാണ് ഞാൻ ഓർക്കണേ ഇത് ഡിസംബർ 7-ാം തീയതി ആണെന്നുള്ളത്. എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന ആളാണ്, ബട്ട് സ്റ്റിൽ അന്ന് ഡിസംബർ 7-ാം തീയതി ആണെന്നുള്ള കാര്യമേ ഞാൻ ഓർത്തിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി, അച്ഛനെ കാണാൻ പറ്റുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ആ ആൻറ്റിയുടെ കൂടെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ക്യൂ നിന്നപ്പോഴൊക്കെ ഞാൻ ഫുള്ള് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് അച്ഛനെ കാണാൻ പറ്റണേ, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എനിക്ക് വേണം എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജപമാല മുഴുവൻ ചെല്ലുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അത് തുറന്നപ്പോൾ തന്നെ ആദ്യം അവർ വിളിച്ചത് എക്സാമിനുള്ളവർ വരാൻ പറഞ്ഞു. ചെന്നു, അച്ഛനിവിടെ വന്ന് കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച്, ഒത്തിരി പേരുണ്ടായിരുന്നാലും ജസ്റ്റ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഒരു കാശ് രൂപ ഞങ്ങൾക്ക് അന്നേച്ച് പറഞ്ഞു, പേടിക്കുമൊന്നും വേണ്ട, എല്ലാവരും പോയി എക്സാം എഴുതിക്കോ, നന്നായിട്ട് എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഡിസംബർ 17-ാം തീയതി എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അതിന് മുമ്പായിട്ട് ഞാൻ ജോലിക്ക് ആദ്യം 3 എനിക്ക് ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ സീനിയർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, നീ ജോലിക്ക് കയറിയോ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവർ ഇൻ്റർവ്യൂ ഒക്കെ ഇല്ലേ, എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കര പേടിയ സാറെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പേടിക്കേണ്ട, ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി അവിടുത്തെ HR-നെ വിളിച്ച സമയത്ത് ഞാൻ 2 മെഴുകുതിരി ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് 25-ാം തീയതി ക്രിസ്മസ്, അതിന് മുമ്പ് എനിക്ക് ജോലി, ഇതല്ലെങ്കിൽ വേറൊരു ജോലി തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 2 മെഴുകുതിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇച്ചേരം കഴിഞ്ഞപ്പോൾ ആ സാർ എന്നെ തിരിച്ച് വിളിച്ചേച്ച് പറഞ്ഞു, HR പറഞ്ഞു ഇൻ്റർവ്യൂവും വേണ്ട, ഒന്നും വേണ്ട, അവളോട് വന്ന് ജോലിക്ക് കയറിക്കോളാൻ പറയാൻ പറഞ്ഞു. അത് ആദ്യം ഞാൻ 3 ഇൻ്റർവ്യൂ ചെയ്തത് മുംബൈയിലെ NABH ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ പോലും അത് ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പാൽ ഹോസ്പിറ്റലാണ്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ്. അവിടെയാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, ഓക്കെ എനിക്കിപ്പോൾ ഇനി OIT എനിക്ക് കിട്ടും. ആ ഒരു ഭയങ്കര വിശ്വാസത്തിൽ ഞാൻ പിന്നെ മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഡിസംബർ 17-ാം തീയതി എൻ്റെ എക്സാമായി. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് തലേദിവസമാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ഞാൻ വീട്ടിൽ പോയി അന്ന് ഞാനവിടെ എനിക്ക് പേടിയാണ്, പക്ഷെ എന്നാൽ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് രാവിലെ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, എല്ലാവരും പറയുന്ന ആരും ചവിട്ടാത്തടുത്ത് കൊണ്ട് ഉപ്പിട്ടു എന്നൊക്കെ. അപ്പം ഞാൻ ഓർത്തിൻ്റെ മാതാവ്, ഞാനും അങ്ങനെ ചെയ്യാൻ പോവാ, നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ ചെയ്തു. എന്നിട്ട് OIT എക്സാമിന് കയറുന്നതിന് മുമ്പ് എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. അപ്പം ഞാൻ തന്നെ ഓർത്ത്, എൻ്റെ മാതാവിന് എന്താ എനിക്ക് ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് ഞാൻ ഓർത്തു. പക്ഷെ ഞാൻ എന്തായാലും കയറിയിട്ട് എനിക്ക് ഫസ്റ്റ് ലിസണിങ് ആയിരുന്നു. ലിസണിങ് എനിക്ക് 2 എണ്ണം എനിക്ക് കിട്ടിയില്ല. പിന്നെ BA ഓക്കെ ആയിരുന്നു. പാട്ടാണെങ്കിലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ മാതാവ് എല്ലാം ശരിയാക്കി തരണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുഴുവൻ ബബിൾ ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ആ പേപ്പറിലുള്ള എല്ലാ പേപ്പറിനകത്ത് മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ അത് കഴിഞ്ഞ് റീഡിംഗ് ആയപ്പം പാട്ട് കുഴപ്പമില്ലായിരുന്നു. സെയിം ആസ് യൂഷ്വൽ B&C പാടായിരുന്നു. അത് ഞാൻ ഇതുപോലെ എൻ്റെ മാതാവ് നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു. മാതാവിൻ്റെ കാശുരൂപം അതിൽ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പീക്കിംഗ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്രാവശ്യം അതുകൊണ്ട് എനിക്ക് ഭയങ്കര കയറുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നു. അവിടെ കയറ്റാൻ നിൽക്കുന്ന ചേട്ടന്മാർ വരെ പറഞ്ഞു, കൊച്ചെന്ത് ഇങ്ങനെ വിറയ്ക്കുന്ന, എന്താ മോൾ ഇങ്ങനെ പേടിക്കാതെ, അവിടെ ആ പുള്ളിക്കാരി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതൊരു പാവം ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് സ്റ്റിൽ എന്നെ മുഴുവനോടെ ഇരുന്ന് വിറയ്ക്കുമായിരുന്നു.
എനിക്കൊന്ന് പറയാൻ പറ്റുമോ മാതാവേ മാതാവേ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്തായാലും ഞാനവിടെ കയറി. അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് മൈക്ക് ഓൺ ആക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഇയാളിങ്ങനെ പേടിക്കല്ലോ, ഒന്നും പറ്റത്തൊന്നും, ഞാനൊന്നും ചെയ്യത്തില്ല, ഇയാൾക്ക് ഞാൻ പറഞ്ഞോളാം, 5 മിനിറ്റാണ് സംസാരിക്കേണ്ടത്, 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞോളാം, അന്നേരം നിർത്തിയാൽ മതി, അത്രയും നേരം ഇരുന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് കാർഡ് കിട്ടിയപ്പം അതിൻ്റെ താകെയുള്ള 3 പോയിൻ്റാണ്. ആ 3 പോയിന്റിൽ ഞാൻ എങ്ങനെ 5 മിനിറ്റ് സംസാരിക്കും? അപ്പം ഞാൻ കിട്ടിയപ്പോൾ തന്നെ ആ പ്രിപ്പറേഷൻ ടൈമിൽ ഞാൻ പ്രിപ്പയർ ചെയ്യല, എൻ്റെ മാതാവേ ഞാനിത് എങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇതുവരെ ഞാൻ അവിടെ സെൻറ്ററിൽ ചെയ്യുമ്പോൾ പോലും എനിക്ക് ഒരു പ്രാവശ്യം കൂടെ രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട വന്നിട്ടില്ല. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ആ ഒരു സെൻറ്റൻസ് ഞാൻ ഇന്ന് വരെ പറഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് ആദ്യമായിട്ട് ഞാൻ ആ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഞാൻ ആ ഇൻ്റർലോക്കേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ്. എന്നിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് മനസ്സിലായി എനിക്കൊന്നും പറയാനില്ലാന്ന്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അതൊന്നുകൂടെ പറഞ്ഞു തീർത്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞാൻ ഓർത്ത് ഇനി ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല, മാതാവിന് തരാനുള്ളതാണ് മാതാവ് തരും. ഓക്കെ, ഞാൻ കൂളായിട്ട് വീട്ടിൽ ചെന്ന് അത് കണ്ടപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമായി. ഓക്കെ, വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വലിയ കുഴപ്പമില്ലാഞ്ഞിട്ടല്ല, എനിക്കിനി വയ്യ ടെൻഷൻ അടിക്കാൻ. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ, എനിക്കിനി കരയാനൊന്നും വയ്യാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്മസ് ആയി ഞാൻ ജോലിക്ക് കയറി. ഡിസംബർ 28-ാം തീയതി ഞങ്ങൾ ജോലിക്ക് ചെന്നു. അപ്പോൾ അവിടെ ICUവിൽ ഭയങ്കര ടഫാന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് നിനക്ക് ഇഷ്ടം എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് കഷ്ടപ്പെടാനാണ് വിധിയെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടോളാം, എനിക്ക് കുഴപ്പമില്ല. സോ നിനക്ക് എവിടെ ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ദൈവസഹായിച്ച് ICUവിൽ അല്ലാണ്ട് വാർഡിൽ തന്നെ കിട്ടി. പുറത്തേക്ക് പോകാൻ അപ്പം എല്ലാവരോടും പറഞ്ഞു പുറത്തേക്ക് പോകാൻ അതാണ് നല്ലത്, അങ്ങനെ ജനറൽ വാർഡിൽ കിട്ടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ കൂടെ കിട്ടുന്നവർ നല്ലതായിരിക്കണേന്ന് ഞാൻ എന്നും രാവിലെ ഞാൻ ജപമാല ചെല്ലുമായിരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഫോണിൽ കുർബാന, അവിടെ ഞാൻ ആന്ധ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ കുർബാനയൊന്നുമില്ല, ഉള്ളതൊക്കെ ആണെങ്കിലും വൈകിട്ടേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒത്തിരി ദൂരമാണ്, പോകാനൊന്നും പറ്റും, തെലുങ്കാണ്, ഒന്നും മനസ്സിലാവില്ല കുർബാനയ്ക്ക് പോയാലും. സോ ഞാൻ ഫോണിൽ തന്നെ കുർബാന എന്നും കാണാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടായി. പിന്നെ അത് അങ്ങനെ വന്ന് ജനുവരി 20-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. ഒരു 15-ാം തീയതി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, മാതാവ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്ക് കിട്ടണം, അറ്റ്ലീസ്റ്റ് UK സ്കോർ എങ്കിലും എനിക്ക്. ഞാൻ ഒത്തിരി ഒന്നും ചോദിക്കുന്നില്ല, ഏറ്റവും കുറവ് UK സ്കോറാണ്. അത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അയർലൻഡ് സ്കോർ കിട്ടി എനിക്ക് കാര്യമില്ല. സോ എനിക്ക് UK സ്കോർ എങ്കിലും തരണം എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എല്ലാവരോടും പറയുള്ളൂ, അതിന് മുമ്പ് ഞാൻ വീട്ടിൽ പോലും പറയില്ല എന്ന് പറഞ്ഞു. സോ എനിക്ക് 15-ാം തീയതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എന്നെ കൂടി 20-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, തരണ്ട, അതിന് മുമ്പ് റിസൾട്ട് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറയാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ തലേദിവസം ഒരു 17-ാം തീയതി ആയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു റിസൾട്ട് നാളെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷൻ തുടങ്ങി പിന്നെ. അത് കഴിഞ്ഞ് ജാനുവരി 18-ന് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം എൻ്റെ ഫോണിൽ അല്ലാത്തപ്പോൾ റിങ് ചെയ്യാറോ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പോക്കറ്റിലെ ഫോൺ ഇടുന്നത്. അന്ന് എൻ്റെ ഫോൺ ഒരു 9 മണിയായപ്പോൾ തൊട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു എന്ന്. എനിക്ക് പേടിച്ചിട്ട് ഞാൻ ആ ഫോൺ എടുത്ത് ബാഗിലിട്ടു. ഫുൾ ടൈം എനിക്ക് 3 മണി വരെ ആയിരുന്നു ഡ്യൂട്ടി. ആ 3 മണി വരെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ അവിടെ വെച്ച് ഞാനന്ന് ബുധനാഴ്ചയായിരുന്നു. സോ ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം, ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, അന്ന് എൻ്റെ കൂടെ ഉള്ളൊരു കൂട്ടുകാരി എനിക്ക് സ്വീറ്റ്സ് തന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ട, ഞാൻ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഫാസ്റ്റിംഗ് തീരെ സമയമായല്ലോ, അപ്പം നീ ഇത് കഴിച്ചുകൊണ്ട് നീ തുടങ്ങാൻ പറഞ്ഞു. അപ്പോഴും ഞാനത് എൻ്റെ മാതാവ് ഇവൾ ഇത്രയും നിർബന്ധിക്കുമോ, ഞാൻ എന്നാ ചെയ്യണേ? അപ്പം എനിക്ക് മനസ്സിൽ നിന്ന് കുഴപ്പമില്ല, നീ കഴിച്ചോ, സ്വീറ്റ്സ് അല്ലേ, സന്തോഷത്തിൻ്റെ അല്ലേ, നീ കഴിച്ചോ, അവളുടെ സന്തോഷത്തിന് അവൾ തരുന്നതല്ലേ എന്നുള്ളത്. ഓക്കെ, ഞാനപ്പോൾ കഴിച്ചു. ആ നേരത്തേക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2 മെഴുകുതിരി എടുത്ത് ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഒരു ജപമാലയും ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ മൊഡ്യൂളിലും B തന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്കിപ്പോഴും അറിയില്ല എനിക്ക് ആ ഫുൾ B എങ്ങനെ കിട്ടിയെന്ന്. പക്ഷെ എനിക്ക് ആരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയായി. ബിക്കോസ് ഞാൻ അമ്മയ്ക്ക് ഓൾറെഡി വാക്ക് കൊടുത്തതാണ്, ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ ആരോടെങ്കിലും എന്ന്. അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലമ്മ എനിക്ക് കിട്ടിയില്ല, 2 Bയും 2 C+ഉം കിട്ടിയേ, ക്ലിപ്പിംഗ് സ്കോറേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ച എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വരാൻ ഞാൻ 1-2 ആഴ്ച ആയിട്ടുള്ള ജോലിക്ക് കയറിയിട്ട്. സോ എനിക്ക് ലീവ് കിട്ടില്ല. അപ്പോൾ ഞാൻ അതിനു മുമ്പ് രജിസ്ട്രേഷന് വേണ്ടി പോകാൻ ചോദിച്ചപ്പോൾ പിള്ളേർക്ക് പോലും അവർ ലീവ് കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് കൺഫേം ആയി എനിക്ക് ലീവ് കിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. 1.5 ആഴ്ചയോളം ഞാൻ അങ്ങനെ തന്നെ ഇരുന്ന് ആരോട് പറഞ്ഞില്ല. അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു, നോക്കി ഇത്രയും കിട്ടിയില്ല, നീ രണ്ടാമതൊരു എക്സാമും കൂടെ എഴുതി. ഞാൻ അവരോട് എങ്ങനെ പറയണം, എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ഒരു പഴയ ടോക്ക് കേട്ടു. അതിനകത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ മാതാവിനോടുള്ള സാക്ഷ്യം നമുക്ക് സ്റ്റേജിൽ കയറി നിന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കൂടെ ഉള്ളവരോട് നമുക്ക് അമ്മ തന്ന അനുഗ്രഹം നമ്മൾ പറയുന്നതും ഒരു സാക്ഷ്യമാണെന്നുള്ളത്. അത് 2 കൊല്ലം മുമ്പെങ്ങാണ്ടുള്ളൊരു അച്ഛൻ പറഞ്ഞൊരു ടോക്കാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഇതെനിക്ക് വേണ്ടി പറഞ്ഞൊരു ഇതായിട്ട് എനിക്ക് തോന്നി. സോ ഞാൻ അപ്പോൾ അന്ന് വൈകിട്ടാണ് ഞാൻ അതൊരു 1.5-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയോടും അപ്പയോടും പറഞ്ഞു, അമ്മ അപ്പം ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ വേറൊന്നും കൊണ്ടല്ല, മാതാവിന് ഞാൻ വാക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. സോ എനിക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ആരോട് പറയണ്ട, ഞാനിത് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയപ്പം പറഞ്ഞു, അങ്ങനെയല്ലല്ലോ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടിയതാണ്, മാതാവ് തന്നതാണ് നമ്മൾ പറയണ്ടേ. സോ ഇപ്പം അത് കഴിഞ്ഞ് എനിക്ക് ലീവ് കിട്ടില്ല. സോ അമ്മയപ്പയായിട്ടാണല്ലോ എല്ലാവരോടും പറഞ്ഞു തുടങ്ങി. അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് കിട്ടി. അങ്ങനെയല്ല, ഞാനാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ്, കിട്ടാത്ത ഒത്തിരി പേരുണ്ട്, അവരോടാണെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്കിങ്ങനെ കിട്ടി, നിങ്ങളും പോയി ഉടമ്പടി എടുക്ക്, മാതാവ് തരും, എനിക്ക് 100% ഉറപ്പുണ്ട്, നിങ്ങൾക്ക് മാതാവ് തരും, പോയി എടുക്കാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഫെബ്രുവരി പകുതിയോടുകൂടി ഞാൻ എൻ്റെ ഇൻചാർജിനോട് എനിക്ക് ലീവ് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ലീവ് തരാമെന്ന് പുള്ളിക്കാരി എല്ലാവർക്കും എക്സാമിനുള്ള പിള്ളേർക്ക് പോലും കൊടുക്കുന്നതല്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചാണ് അന്ന് പോയത്. പുള്ളിക്കാർ പറഞ്ഞു, ഒക്കെ നീ 1 വീക്ക് ലീവ് എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് മെയിൻ NS-നോട് ചോദിക്കണമായിരുന്നു. അന്നേരം എനിക്ക് പേടിയായിരുന്നു, പുള്ളിക്കാരി അങ്ങനെ ലീവ് കൊടുക്കുന്ന. എന്നാൽ ഞാൻ വന്നിട്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഞാൻ ചെന്ന് എന്നോടൊന്നും ചോദിച്ചില്ല, വീട്ടിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അമ്മേനെ വിളിച്ച് കൊടുത്തു, ഓക്കെ പറഞ്ഞു. പുള്ളിക്കാരി എനിക്ക് സൈൻ ചെയ്ത് തന്നു. ഞാൻ ഇന്നലെ വീട്ടിലെത്തി. ഇന്ന് രാവിലെ ഞാനും എൻ്റെ അമ്മയും കൂടെ ഇങ്ങോട്ട് പോകുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആദ്യം. ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നു. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ മാതാവിന്, എൻ്റെ ഈശോയ്ക്ക്